ഇംഗ്ലീഷിനെ പേടിയുള്ളവർക്ക്, ഇംഗ്ലീഷിനെ ദേഷ്യമുള്ളവർക്ക്, ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷിൽ പുതിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷിൻ്റെ സുന്ദരമായ വശങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം. സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് രമേഷ് വോയ്സ്. പച്ച മലയാളത്തിലൂടെ കിട്ടിലൻ ഇംഗ്ലീഷ്. അപ്പോൾ തുടങ്ങല്ലേ. അവൾ എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് വൺ ഓഫ് മൈ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വൺ ഓഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലൂറലാണ് വേണ്ടത്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല വേണ്ടത്, ഫ്രണ്ട്സ്, സുഹൃത്തുക്കളിൽ ഒരാൾ. ഓക്കെ, നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ. സോ ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവന് ക്യാൻസറാണ്. He is suffering from cancer. അവൻ തറയിൽ കിടക്കുകയാണ്. He is lying down on the floor. അവൾ അവളുടെ കല്യാണത്തെപ്പറ്റി എന്നോട് നുണ പറഞ്ഞു. She lied to me about her marriage. അവൻ അവൻ്റെ ജോലിയെപ്പറ്റി എന്നോട് കള്ളം പറഞ്ഞു. He lied to me about his job. അവരെന്നെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. They made me wait for 2 hours. അവനിപ്പോൾ ഒരു പണക്കാരനായിട്ടുണ്ടാവണം. He must be a rich man now. അവൾ ഇന്നലെ രാത്രി മരിച്ചു. She passed away last night. അവർ ദിവസം മുഴുവൻ TV കാണാറുണ്ട്. They watch TV all day. അവൻ എൻ്റെ എല്ലാ പണം എടുത്ത് ഓടിപ്പോയി. He ran away with all my money. അവൻ നിങ്ങളെപ്പറ്റി ചീത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. He says bad things about you. says എന്ന് പറയരുത്, says എന്ന് പറയുള്ളൂ കേട്ടോ. He says bad things about you. അവൻ വളരെ നല്ല ഇംഗ്ലീഷാണ് പറയണത്. He speaks very good English. ഞാൻ ഇന്നലെ അവധിയെടുത്തു. I took a day off yesterday. അവൾ അവളുടെ അമ്മയെ നോക്കുന്നുണ്ട്. She takes care of her mother. അല്ല, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? Hey, do you remember me? ദാ നിങ്ങളുടെ വീടിൻ്റെ താക്കോലുകൾ. Here are your house keys. ദാ എൻ്റെ ഫോൺ നമ്പർ. Here is my phone number. താക്കോലുകളായ കാരണം ഹിയർ ആർ. ഫോൺ നമ്പർ സിംഗുലറാണ്, ഒരു വസ്തുവുള്ളൂ. സോ ഹിയർ ഈസ്. ഓർക്കണം. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? How can I believe you? ഞാൻ നിന്റെ പിറന്നാളെ എങ്ങനെ മറക്കുക?
How can I forget your birthday? ഈ സിം കാർഡ് എങ്ങനെ ഇടാന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നേ. Show me how to insert the SIM card. റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ പോവുക? How can I get to the railway station? നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? How could you do this to me? ഏറ്റവും അടുത്തുള്ള ATMലേക്ക് എത്ര ദൂരമുണ്ട്? How far is the nearest ATM? എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് നിനക്ക് എങ്ങനെ അറിയാം? How do you know that I'm married? അപ്പോൾ ഇത് കീട്ടില്ലെന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കീട്ടില്ലെന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.